പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ 5 ഇന്ത്യക്കാരായ നാം ഈ ദിവസം അധ്യാപക ദിനമായി ആചരിക്കുന്നു. സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണിന്ന്. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ വിദ്യാഭ്യാസ വീക്ഷണനും സ്വാതന്ത്ര്യ ഭാരതത്തിൻ്റെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയുമായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജീവിതത്തെക്കുറിച്ചല്ല നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അത്യാവശ്യം വായനാശീലമുള്ള ആർക്കും അറിയാവുന്ന ഒന്നാണിത്. ഇവിടെ നാം സംസാരിക്കുന്നത് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അധ്യാപക സമൂഹത്തെക്കുറിച്ചും അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചുമാണ്. മാതാ പിതാ ഗുരുദേവം എന്ന ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ, ഗുരു മഹേശ്വര, ഗുരുർ സാക്ഷാ പരമാ ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരുവേ നന്മ എന്ന നമ്മെ പഠിപ്പിച്ചു വന്ന് വളർന്നവരാണ് നമ്മൾ ഭാരതീയർ. മാതാപിതാക്കൾക്കൊപ്പം മൂന്നാം മൂർത്തിയായി നാം ഗുരുവിനെ ബഹുമാനിച്ചിരുന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരാദി ത്രിമൂർത്തികൾക്കും മുകളിൽ സാക്ഷാ പരബ്രഹ്മമായും നാം ഗുരുവിനെ വണങ്ങിയിരിക്കുന്നു. അതായത് ഭാരതീയ സങ്കല്പമനുസരിച്ച് ഗുരു ഈശ്വരന് തുല്യനോ അതിനു മീതയോ ആണെന്നർത്ഥം. ഈ അടുത്ത കാലം വരെ നാം അങ്ങനെ തന്നെ തുടർന്നു പോരുകയും ചെയ്തു. എന്നാൽ വിദ്യാഭ്യാസത്തിലും വിദേശവൽക്കരണം വന്നെത്തിയതോടെ സ്ഥിതി മാറി. അധ്യാപകർ ഈശ്വരതുല്യരായി ഇന്ന് പരിഗണിക്കപ്പെടുന്നില്ല എന്നത് ഏറെ ദുഃഖകരമായ ഒരു സത്യം തന്നെയാണ്. നമ്മുടെ പുരാണ കഥകളിലെ ഗുരുവിന് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരായിരുന്ന ശിഷ്യരെപ്പറ്റി പറയുന്നുണ്ട്. ഉപമന്യുവിൻ്റെയും അരുണിയുടെയും മറ്റും കഥകൾ ഏറെ പ്രസിദ്ധവുമാണ്. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പവിത്രത ശിഷ്യരിൽ മാത്രമല്ല ഗുരുവിലും ഉണ്ടായിരിക്കണം. അതായത് ഇഴചേർന്ന പവിത്രമായ ബന്ധമാണത് എന്ന് സാരം. സ്നേഹസ്വരൂപനും പാണ്ഡിത്യമുള്ളവനും നിസ്വാർത്ഥനുമായ ഒരു ഗുരുവിന് മാത്രമേ തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് അംഗീകരിക്കണമെന്നും ആദരിക്കണമെന്നും ആഗ്രഹിക്കുവാനുള്ള അവകാശം ഉണ്ടാവുകയുള്ളൂ. അധ്യാപനം ഒരു തൊഴിലല്ല, അത് പാവനമായ ഒരു കർത്തവ്യമാണ്, ഒരു ഉപാസനയാണ്. ഒരു പൂജാരി തൻ്റെ വേദന പൂജിക്കുന്നത് പോലെ മഹത്തായ ഒരു പ്രവൃത്തി. താൻ പഠിച്ച തത്വങ്ങൾ അത് ഏത് വിഷയമായാലും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പുണ്യകർമ്മം. ഒരു വിളക്ക് കൊളുത്തുന്നത് പോലെ വെളിച്ചം ഇരുളിനെ അകറ്റുന്നു, ജ്ഞാനത്തിൻ്റെ പ്രകാശം അജ്ഞാനത്തിൻ്റെ ഇരുളകറ്റുന്നു. ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന വിഭാഗമാണ് അധ്യാപകർ. അവർ പകർന്നു നൽകുന്ന നന്മയുടെ സന്ദേശങ്ങളും സദ്ഗുണങ്ങളും സൗമ്യശീലങ്ങളുമാണ് അവരുടെ ശിഷ്യന്മാരിലൂടെ അനന്തര തലമുറയിലേക്ക് നൽകപ്പെടുന്നത്. അതിൽ ഒരു അധ്യാപകൻ മായം ചേർത്താൽ അനന്തര തലമുറയ്ക്കും പകർന്നത് ഒരു കളങ്കിതമായ കറ പുരണ്ട ജ്ഞാനമായിരിക്കും. നല്ല അധ്യാപകർ എക്കാലത്തും സ്മരിക്കപ്പെടും. സോക്രട്ടീസും ഡയോജിനസും അരിസ്റ്റോട്ടിലും പ്ലേറ്റോയുമൊക്കെ ശിഷ്യന്മാരും പിന്നീട് ഗുരുക്കന്മാരും കാലാതാതി വർത്തികളുമായി ജീവിക്കുന്നവരാണ്. മരണശേഷവും അധ്യാപകർ നല്ല നിരീക്ഷണ പാഠമുള്ളവരായിരിക്കണം. അവർ തങ്ങളുടെ ക്ലാസ്സിൽ വിഭിന്ന സ്വഭാവക്കാരും വ്യത്യസ്തമായ അഗ്രണശേഷിയുള്ളവരുമായ കുട്ടികളെ നന്നായി മനസ്സിലാക്കണം. അവരവരുടെ കഴിവുകൾക്കനുസൃതമായി വേണം അവരെ സമീപിക്കുവാൻ. അധ്യാപകർ നല്ല വിദ്യാർത്ഥികളുമായിരിക്കണം. കാലാനുസൃതമായ പാഠ്യപദ്ധതിയിലും പുറത്തുമുള്ള മാറ്റങ്ങളെയും അറിവിൻ്റെ പുതിയ പാഠങ്ങളെയും സദാ കണ്ടെത്തി സ്വന്തം ബോധമണ്ഡലത്തെ അവർ പുഷ്ടിപ്പെടുത്തണം. എൻ്റെ അധ്യാപകൻ അറിവിൻ്റെ നിറകുടമാണ്, അദ്ദേഹത്തിന് എൻ്റെ സംശയങ്ങൾ തീർത്തു തരാനുള്ള കഴിവുണ്ട് എന്ന ബോധം ശിഷ്യന്മാർക്കുണ്ടായാൽ അവരുടെ മനസ്സിൽ മധ്യാഹ്ന സൂര്യനായി ആ ഗുരു ജ്വലിച്ചു നിൽക്കും. മറിച്ച് ശമ്പളം, അരിയേഴ്സ്, PF, ബോണസ് എന്നിവയെപ്പറ്റി മാത്രം ചിന്തിക്കുകയും യൂണിയൻ പ്രവർത്തനങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന അധ്യാപകൻ പഠനകാലാനന്തരം ശിഷ്യന്മാരുടെ ഓർമ്മയിൽ നിന്ന് എന്നേക്കുമായി മറയും. ആർദ്രമായ മനസ്സും നനത്ത വാത്സല്യവും ധാരാളം അറിവും ക്ഷമാശീലവും കൈമുതലായുള്ള അധ്യാപകർ ഇന്നുമുണ്ട്. അവരെ ഈ പുതിയ കാലത്തിലും കുട്ടികൾ അംഗീകരിക്കുന്നു. പഠനശേഷവും അവരെ കുട്ടികൾ ഓർമ്മിക്കുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജന്മദിനമായി ഇന്ന് അധ്യാപക ദിനം നാം ആചരിക്കുമ്പോൾ മഹത്തായ ദൗത്യത്തെ അതിൻ്റെ എല്ലാ പാവനതയോടും കൂടി സ്വീകരിക്കണമെന്ന് പ്രതിജ്ഞയെടുക്കുക. അതിന് എല്ലാ അധ്യാപകർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.